PC ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇരാറ്റുപേട്ട മുൻസിഫ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീജിത്ത് എന്ത് അന്വേഷണം തീരാറായില്ലേ എന്ന് ചോദിച്ചതാണ് കോടതി. സ്വാഭാവികമായിട്ടും ജാമ്യം നൽകുന്നതിലേക്ക് തന്നെ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിരുന്നോ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി? വിവരങ്ങൾ എന്താണ്? ബെയിൽ ഗ്രാൻഡഡ് എന്ന് മാത്രമാണ് കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത്. ഇനി വിശദമായ വിധി പകർപ്പ് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് വിധി ഉള്ളത്, കൂടുതൽ കാര്യങ്ങൾ പരാമർശങ്ങൾ എന്തെങ്കിലും അതിലുണ്ടോ എന്നൊക്കെ വ്യക്തമാകുകയുള്ളൂ. ഇന്നലെ തന്നെ കോടതിയുടെ വാദം വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നിരുന്നത് ഈ കേസ് അന്വേഷണം പൂർത്തിയായതല്ലേ എന്നുള്ളതാണ്. അത് പലതവണ കോടതി ചോദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേസ് അന്വേഷണം പൂർത്തിയായ ഒരു കേസിൽ ഒരു പൊതുപ്രവർത്തകനെ സ്വാഭാവികമായും ജയിലിലേക്ക് അയക്കേണ്ട സാഹചര്യം ഇല്ല എന്ന വിലയിരുത്തൽ തന്നെ കോടതി നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. അതേസമയം തന്നെ ജയിലിൽ കിടന്നിട്ടില്ല PC ജോർജ് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചൊരു വാദം. പക്ഷെ ആ വാദം കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല ഹൈക്കോടതിയുടെ അടക്കം പലതരത്തിലുള്ള വിധികൾ ഉണ്ടല്ലോ, പരാമർശങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തോടും അത് മുൻകൂർ ജാമ്യാപേക്ഷയിലല്ലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന മറുചോദ്യം കോടതി ചോദിക്കുകയും ചെയ്തു. മാത്രവുമല്ല തൊട്ടിപ്പുറത്ത് ഈ കോടതി അലക്ഷ്യം നടത്തിയ ആളാണ് PC ജോർജ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖകൾ പോലും ഇല്ല, അങ്ങനെ ഒരു നോട്ടീസ് പോലും കോടതി അയച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് PC ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ പ്രോസിക്യൂഷന്റെ വാദം ഫലത്തിൽ തള്ളിക്കളയുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ ഇവിടെ ഷോൺ ജോർജും മറ്റുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ ഉണ്ടാകും എന്നത് തന്നെയാണ്. ശ്രീത്തിലേക്ക് വരാം. ചില സാങ്കേതിക വിഷയങ്ങൾ. അത് PC ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നാണ് PC ജോർജിന്റെ അഭിഭാഷകൻ. അദ്ദേഹത്തിന് ആരോഗ്യനിലയടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നു. അന്വേഷണം തീരാറായില്ലേ എന്ന് കോടതി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയിരിക്കുന്നു. ബെയിൽ ഗ്രാൻഡഡ് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏതെങ്കിലും ഉപാധികൾ ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ തന്നെ പുറത്തു വരുമ്പോൾ PC ജോർജ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തുമോ എന്നുള്ള കാര്യമാണ്. വിദ്വേഷ പരാമർശ കേസിലാണ് PC ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശ്രീത്ത് തുടരാം. തീർച്ചയായും പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളൊന്നും കോടതി പരിഗണിച്ചില്ല എന്ന് വേണം ഈ ജാമ്യം നൽകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ PC ജോർജിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഈ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം മാത്രമാണ്. അതിൽ പോലീസ് തുടക്കം മുതൽ ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ മാത്രമാണ് വെച്ചത്. ഇതെല്ലാം ഫലത്തിൽ അങ്ങനെ ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഈ കേസ് അന്വേഷണം പൂർത്തിയായ ഒരു സംഭവത്തിൽ, തെളിവെടുപ്പ് പൂർത്തിയായ ഒരു സംഭവത്തിൽ പിന്നെ എന്തിനാണ് ആ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യമാണ് ഫലത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ വിധിയുടെ സന്ദേശം അത് തന്നെയാണ്. ഈ ഹൈക്കോടതിയുടെയൊക്കെ വിധിയുണ്ട്, കോടതി അലക്ഷ്യം നടത്തി എന്നൊക്കെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചെങ്കിലും ഇതൊന്നും തെളിയിക്കാൻ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കാരണം ഈ കോടതി അലക്ഷ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്നാണ് PC ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടത്. അതായത് PC ജോർജ് ഇങ്ങനെ കോടതി അലക്ഷ്യം നടത്തിയിട്ടുണ്ടെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലീസിന്റെ തുടർ നടപടികളോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കോടതി ഇതിനെ കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ ആശ്വാസമാണ്. ഈ കേസിൽ ഒരു പരിധിവരെ ജുഡീഷ്യൽ റിമാൻഡിലാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആശുപത്രിയിൽ കഴിയുന്നു. ജയിലിലാക്കണം എന്നുള്ളത് ലീഗിന്റെ അഭിഭാഷകൻ, യൂത്ത് ലീഗിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ച, പക്ഷെ ആ വാദം ഫലത്തിൽ കോടതി അംഗീകരിച്ചില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഈ കോടതിയിൽ യൂത്ത് ലീഗിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. അതായത് ഡോക്ടർമാരെ സ്വാധീനിച്ച് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകാമല്ലോ എന്ന ചോദ്യത്തിന് കോടതി അതിന് അല്പം രൂക്ഷമായ ഭാഷയിലാണ് അങ്ങനെയെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണ്ടേ, അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നത് അടക്കം ചോദിച്ചുകൊണ്ട് ആ അഭിഭാഷകന്റെ വാദഫലത്തിൽ ഖണ്ഡിക്കുക തന്നെ കോടതിയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതൊരു ഈ കേസിനെ സംബന്ധിച്ച് ഈ കേസിന്റെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള നേരത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ഇത് കേന്ദ്ര സർക്കാരിന് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ജയിലിൽ കിടക്കണം, അതിന് കൂടുതൽ ശിക്ഷകൾ ഉണ്ടാകണം എന്ന
എന്തുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നില്ല എന്ന ചോദ്യം അടക്കം ഉന്നയിച്ചിരുന്നതാണ്. അത് PC ജോർജിന്റെ ഈ ഒരു കേസ് എടുത്ത പശ്ചാത്തലത്തിൽ ജോർജിനെ മാത്രം കുറ്റപ്പെടുത്തിയില്ല, പൊതുവെ ഇത്തരം കേസുകൾക്ക് കിട്ടുന്ന ശിക്ഷ ചെറുതാണ് എന്ന നിരീക്ഷണം കോടതി നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മാത്രമല്ല, ഇപ്പോൾ പുതിയ BNS വകുപ്പ് പ്രകാരം ഈ ഒരു പ്രതിയെ നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ നോട്ടീസ് കൊടുത്ത പ്രതി തന്നെ അത് കൈപ്പറ്റിയ ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. എന്തായാലും ഇവിടെ നമുക്ക് നോക്കിയാൽ വൈകാതെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാനാകും. ഷോൺ ജോർജിന്റെ പ്രതികരണം ഉണ്ടാകും. ഈ BJP നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകുകയാണ്. ആ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചു പുറത്തു വരുമ്പോഴും രാഷ്ട്രീയപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ ഈ സമയത്ത്? വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ അടക്കം BJPയുടെ ജില്ലാ പ്രസിഡന്റുമാര്, മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ആകെ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊന്നുമില്ല, കേവലം വിധി മാത്രമേ ഉള്ളൂ. പിന്നീട് PC ജോർജ് പുറത്തിറങ്ങുക, അത് ഇവിടെ നിന്നും ഈ ബെയിൽ ഓർഡർ സ്വീകരിച്ച ശേഷം, ഈ ജാമ്യം സംബന്ധിച്ച് ഉത്തരവ് സ്വീകരിച്ച ശേഷം പാലാ ജയിലിൽ കൊണ്ടുപോയി അത് റിലീസിംഗ് ഓർഡർ കൂടി വാങ്ങിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയാലാണ് അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയുക. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്നലെയും കോടതി പല വിഷയങ്ങളും ആരായുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ ഈ വിശദമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു എന്ന് ഈ പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് ജാമ്യം എന്നുകൂടി കരുതേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും BJP നേതാക്കളുടെയൊക്കെ പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഷോണിന്റെ പ്രതികരണം ആദ്യം ഉണ്ടാകും, അതിന് പിന്നാലെ BJP നേതാക്കളുടെ പ്രതികരണം വരും. കോട്ടയത്ത് സ്വാഭാവികമായും PC ജോർജ് റിലീസ് ആകുന്ന സമയത്തും കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. PC ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. വലിയ ആശ്വാസമാണ് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം. വിദ്വേഷ പരാമർശ കേസിൽ മുൻകൂർ ജാമ്യം കോട്ടയം കോടതി, ഒപ്പം ഹൈക്കോടതിയും നിഷേധിച്ചതാണ്. വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ PC ജോർജുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തതാണ്. ആരോഗ്യ കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് PC ജോർജ് ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. വിവരങ്ങളുമായി ചേർന്നു. ഷോൺ ജോർജ് അടക്കമുള്ളവർ കോടതിയിലുണ്ട്. ഏതായാലും ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്? യെസ്, ഷോൺ ജോർജാണ് സംസാരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനി ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽക്കോടതികളെ സമീപിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനി മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലെ ചികിത്സ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും പറയില്ല. അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ചികിത്സിക്കുന്നത് നമുക്ക് അപ്ഡേഷനെല്ലാം നല്ല അതുമായതുകൊണ്ടാണ് പാലായിൽ മാർസ്ലിവ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ നമ്മൾ ഡിസ്ചാർജ് ആവശ്യപ്പെടും, എന്നിട്ട് അങ്ങോട്ട് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. എന്തോ വെൽ കണ്ടീഷൻസ് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ജാമ്യ വ്യവസ്ഥകളുണ്ടല്ലോ, തീർച്ചയായിട്ടും. ഡോക്ടർമാരുടെ ഉപദേശത്തോടെ മറ്റാശുപത്രിയിലേക്ക് മാറ്റാനാണോ, പാലയിലേക്ക് മാറ്റാനാണോ? അല്ല, അവിടെ ഇപ്പോൾ അവരുടെ ഫൈൻഡിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് പാലായിലെ മെഡിസിറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചികിത്സ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാലായിലെ മെഡിസിറ്റിലാണ്, മാർസ്ലിവയിലാണ്. അങ്ങോട്ട് മാറാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഡോക്ടറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. എന്ന് ഇന്നലെയും ന്യൂറോയുടെ കൺസൾട്ടൻസിയും അതുപോലെ കാർഡിയോളജിയുടെയും ഒന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഒരു കാര്യം ഈ പരാതിക്കാരനടക്കം ചൂണ്ടിക്കാണിച്ചത് PC ജോർജ് ജയിലിൽ കിടന്നില്ല, ഈ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമായി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ കിടപ്പുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് അതാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ചതിനെ ഈ നാടിനെ അതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ല, ഇന്നീ കാണുന്ന ഞാൻ ഈ പറയുന്ന കോടതി കെട്ടിടം പോലും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ ഇത് PC ജോർജിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, അത് ആ ബോധ്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ നാടിനെ ഇന്ന് ഈരാറ്റുപേട്ട എന്താണോ ആ ഈരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താൻ ശ്രമിച്ചതാണ് തെറ്റ്. അദ്ദേഹം ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത്. ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ്.
അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. 2021 ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ PC ജോർജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പറയട്ടെ, അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 2 പേര് ഇരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലിയും ഷാദുലിയും ഇപ്പോഴും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ, STPയുടെ കൗൺസിലർ അൻസാരി ഇപ്പോഴും ജയിലിലാണ് NIA പിടിച്ച കേസിൽ. അങ്ങനെ NIA ഇവിടുന്ന് തന്നെ 5 പേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവകാശമുണ്ടോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ, ഞങ്ങളാരും തിരുത്തി പറയേണ്ട കാര്യം. അദ്ദേഹം തന്നെ ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിരുപാധികം ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തന്നെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയൂ? PC ജോർജ് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഭരണഘടനയുടെ 3 തൂണ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവാണ്. അതിന് 3നും അതിൻ്റെതായ ചുമതലകളുണ്ട്. ഈ നിയമം സംരക്ഷിക്കപ്പെടുന്ന ജുഡീഷ്യറിയുടെ കടമയാണ്. അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടലും നടത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന കടമയാണ്. അത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഹൈക്കോടതി പറഞ്ഞതിൻ്റെ മറുവശമാണ് പറയുന്നത്, ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് PC ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളത് ചെയ്ത് പറ്റും. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്നൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. പാലായിൽ ഒരു പറമ്പിൽ കിടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഗ്രഹം കണ്ടെത്തി. ആ വിഗ്രഹം സ്വാഭാവികമായ ഒരു മതസമൂഹത്തിൻ്റെ വികാരമാണ്. ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പാലാ അരമന വളരെ സൗമ്യമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചാനൽ, ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചാനൽ അതിനെതിരെ പാലായിൽ പരാതി കൊടുത്തു. എന്താണ്? 2 മതവിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായി പ്രശ്നമുണ്ടാക്കുന്ന വാർത്ത. നിങ്ങളെല്ലാവരും അത് കണ്ടതാണ് ഇല്ലേ? എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? മുജാഹിദ് ബാലുശ്ശേരി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ ബാക്കിയുള്ള എല്ലാ മതസ്ഥരെയും കൊള്ളണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ മുഴുവൻ അപമാനിക്കുന്നുണ്ട്. ഒരു കേസ് എടുത്തിട്ടില്ലല്ലോ. PC ജോർജിനെതിരെ കേസെടുത്തതിൻ്റെ കാര്യം ഇതൊന്നും അല്ല. നിങ്ങൾക്കാദ്യം മനസ്സിലാക്കാം, ഇവിടെ PC ജോർജ് പറഞ്ഞതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയോ? നിങ്ങൾ പറ. ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും? അപ്പോൾ PC ജോർജ് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്നറിയാം. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് കാലാകാലങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയമ നടപടികളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു. PC ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഈരാറ്റുപേട്ട മുൻസിഫ് കോടതി എന്നുള്ളതാണ് ഏറ്റവും